വീണത്. ദേ 1 2 ദേ 3. വേഗം വന്നോ, വരൂ വരൂ. ഓ, ഈ കറണ്ട് ഇപ്പൊ എങ്ങനെ പോയത്? ഞാനത് പുറത്ത് നോക്കട്ടെ. ബാക്കി എല്ലായിടത്തും ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ മാത്രമായിരിക്കും പോയത്. എന്നാ പിന്നെ ഒന്ന് ഫ്യൂസ് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായിരിക്കും പറ്റിയത്? ഫ്യൂസ് ഒക്കെ കറക്റ്റ് ആണല്ലോ. മോട്ടു, എന്താ പറ്റിയേ? കുഴപ്പമൊന്നുമില്ലല്ലോ മോട്ടു? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഫ്യൂസ് ഒന്ന് ഇട്ടിട്ട് വരാം. സൂക്ഷിച്ച്. നീ ഫ്യൂസ് കുത്തിയപ്പോ കറണ്ടും വന്നു. ശരിയായി മോട്ടു. നീ വന്നിരിക്ക്, നമുക്ക് കളിക്കാന്നേ. എന്നാ കളിക്കാം. എനിക്കിങ്ങനെ ഫ്യൂസ് ഊരി കളിച്ചപ്പം നല്ല രസം തോന്നി. അതേ പത്തലു. വന്നേ വന്നേ. ഇത് നീക്കി ഇനി ഒന്നുകൂടെ ഇട്ട് നോക്കാം. മോട്ടു, എനിക്കൊരു ചാൻസ് താ. ഇല്ല ഇല്ല, ഞാൻ കളിക്കട്ടെ. നീ കണ്ടില്ലേ എന്ത് രസമുണ്ടെന്ന്. മോട്ടു, നിനക്കിത് എന്താ പറ്റിയേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൈസ് കുലുക്കി കുലുക്കി ഇടുമ്പോ നല്ല രസമുണ്ട് പത്തലു. വന്നോളൂ, ഇതാ. ഹൈ, കൊള്ളാം. ഇങ്ങനെ കേറി വരാം. എനിക്ക് തോന്നുന്നത് മോട്ടുവിന് കറണ്ട് അടിച്ചപ്പോ എന്തോ സംഭവിച്ചു എന്നാ. ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ ചെയ്യാം. ഹലോ ഡോക്ടർ ജഡ്ക. വീണ്ടും വീണ്ടും ഒരു കാര്യം തന്നെ എന്തിനാ ചെയ്തോണ്ടിരിക്കുന്നേ? ഓഹോ, അവന് കറണ്ട് അടിച്ചത് കൊണ്ട് റിപ്പീറ്റർ രോഗം വന്നിരിക്കുകയാണ്. അവനെ നീ രാവിലെ തന്നെ എന്റെ അടുത്ത് എത്തിക്ക്. എനിക്ക് കളിക്കണം, എനിക്ക് കളിക്കണം. ഇങ്ങോട്ട് വാ. രാത്രി മുഴുവൻ ഇരുന്ന് കളിച്ചത് പോരെ. വാ, കുറച്ച് സമൂസ കഴിക്ക്. നമുക്ക് എന്നിട്ട് ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോകാം. തന്നോളൂ തന്നോളൂ. അതെ ചായക്കട ചേട്ടാ, വേഗം നല്ല ചൂടുള്ള സമൂസ ഇങ്ങെടുത്തേ. ഇന്നാ മോട്ടു ചൂടുള്ള സമോസ തിന്നോ. അതെ ചായക്കട ചേട്ടാ, വേഗം നല്ല ചൂടുള്ള സമൂസ ഇങ്ങെടുത്തേ. അതെ ചായക്കട ചേട്ടാ, വേഗം നല്ല ചൂടുള്ള സമൂസയും എടുത്തേ. എന്റെ പത്ലു, ഇത് എന്ത് നാടകം കളിയാ? ഇവൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് ഓടുന്നത്? ഇനിയും ഞാൻ എവിടെ പോയി സമോസ കൊണ്ടുവരാനാ? പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നതിലുള്ള സുഖം ഒറ്റയടിക്ക് തിന്നാലൊന്നും കിട്ടൂല. ഒന്നും മതിയാക്കന്റെ മോട്ടു. ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. എന്നെ കൊണ്ട് ഇനി ഒന്നിനും മേല. നിനക്ക് സമോസ തീറ്റിച്ചും നിന്റെ വാചകടി സഹിച്ചും ഞാൻ മടുത്തു. എന്റെ പത്ലു, നീ ഇവനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോ. ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോവാണ്. എന്റെ പൊന്നോ, എവിടെ വേണമെങ്കിലും പോ, ഇവിടെ നിന്ന് പോയി തന്നാ മതി. ദേഷ്യപ്പെടണ്ട ചേട്ടാ. അവന് കറണ്ട് അടിച്ചതിന് ശേഷം റിപ്പീറ്റർ രോഗം വന്നിരിക്കുക. എന്തെങ്കിലും ഒരു ജോലി ചെയ്താ അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. ഓ, അപ്പൊ ഫുട്ബോൾ നീയാണ് കളിച്ചിരുന്നത് അല്ലേ? സോറി, നിങ്ങളുടെ ജനല് പൊട്ടിപ്പോയി. സൗഹൃദത്തിൽ നോ സോറി നോ താങ്ക് യു. നീ എന്റെ ജനലടിച്ചു തകർത്തു, ഞാൻ നിന്റെ എല്ല് തകർക്കാൻ പോകുന്നു. എങ്കിലേ കണക്ക് ശരിയാകൂ. അതെ ബോള് പത്തലുവിന്റെ കയ്യിലുള്ളത്. പത്തലു, ബോളിക്കുതാ, എനിക്ക് കളിക്കണം. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. കണ്ടില്ലേ കണ്ടില്ലേ? അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ഇത് സൂപ്പർ ഷോട്ടാണ്. നല്ല രസമുണ്ട്. നോക്കിക്കോ. രണ്ട് സൈഡിലും ഇയാൾ തന്നെയാണല്ലോ ഗോൾ അടിക്കുന്നത്. നമുക്ക് കളിക്കണ്ടേ? ഇയാൾ ഇവിടെ നിന്ന് ഓടിച്ചു വിടണം. അങ്കിൾ, ഒന്ന് കളിന്ന് പുറത്തു പോകാമോ? എന്ത്? അവസാന ഗോള് കൂടെ ഒന്ന് അടിക്കട്ടെ ഞാൻ.
ഓയ് പത്തിലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അകത്ത് വരാനായിരുന്നെങ്കിൽ ഞാൻ വാതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ചെന്ന് മോട്ടുവിനോട് പറ. അവൻ കാരണം എനിക്ക് രാവിലെ മുതൽ തല്ല് കിട്ടാൻ തുടങ്ങിയതാ. മോട്ടുവിന്റെ കയ്യിന്നും പിന്നെ വേറുള്ളവരുടെ കയ്യിന്നും. മോട്ടു ഇങ്ങോട്ട് വരാൻ തയ്യാറാകുന്നില്ല. ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ചങ്കെ. ഒരുപക്ഷെ അവനോട് വരാൻ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവനെ പിടിച്ചുകൊണ്ട് വരാമല്ലോ, അല്ലേ? ആൾക്കാരെ പിടിച്ചു കൊണ്ടുവരുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ പോയി അവനെ ഇപ്പൊ തന്നെ പിടിച്ചോണ്ട് വന്നേക്കാം. ഗസീറ്റാറാം, ചുരുങ്ങിയത് അവനൊരു 100 സമൂസയെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. സൂക്ഷിക്കണം അവനെ. ഞാൻ ചിങ്കം സാറിന് ഫോൺ ചെയ്യാം. ചിങ്കം സാർ വന്ന് മോട്ടുവിനെ അറസ്റ്റ് ചെയ്തോളും. അടിപൊളിയായിട്ടുണ്ട്. കളിക്കൂ കളിക്കൂ, ഫുട്ബോൾ കളിക്കൂ. അതെ, മോട്ടു ഒന്ന് വേഗം വന്നേ. ഡോക്ടർ ജഡ്ക ചൂടുള്ള നല്ല സമോസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും വലിയ വലിയ സൈസുള്ള സമോസയാ ഉണ്ടാക്കിയിരിക്കുന്നേ. വന്നേ. അതെ, കടയടയ്ക്കാൻ പോവുകയാണ്. എല്ലാ സാധനവും തീർന്നും പോയി. ഞാൻ വീട്ടിൽ പോവാ. എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്നെ വിട്ടേക്ക്. അതെ അതെ, നിങ്ങൾക്ക് അത്യാവശ്യം ജോലി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിച്ചു തരാവുന്നേ. വേഗം വന്നേ. ഡോക്ടർ ജഡ്ക നിനക്ക് വേണ്ടി കാത്തിരിക്കാണ്. Hey Motu, you are under arrest. തന്നെ ഇപ്പൊ തന്നെ ഡോക്ടർ ജഡ്കയുടെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോണം. എല്ലാവരും എന്നെ എന്തിനാണ് ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്? ഇനി അദ്ദേഹത്തിന് എന്നിൽ വല്ല എക്സ്പെരിമെന്റും ചെയ്യാനോ മറ്റോ ആയിരിക്കോ? ഞാൻ ഒരിക്കലും വരില്ല. ഇറ്റ്സ് an order. നീ വന്നേ മതിയാവൂ. വന്നേ 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 വന്നേ. വാ, വരാനല്ലേ ഞാൻ പറഞ്ഞേ? വരില്ല, ഞാൻ വരില്ല, ഞാൻ വരില്ല. എന്റെ അമ്മ. ഓടിച്ചെടുത്തല്ലോ. മമ്മി, രക്ഷിക്കണേ. എന്റെ അമ്മ. വേണ്ട, വേണ്ട. ഓളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവം ഇപ്പൊ വർക്കൗട്ട് ആവുന്നില്ല. എന്റെ നടുവിന്റെ നട്ടും ബോൾട്ടൊക്കെ ഇളകിയെന്നാ തോന്നുന്ന. ഞാൻ അവനെയും കൊണ്ട് ഇങ്ങോട്ട് വരൂ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഇഞ്ചക്ഷൻ റെഡിയാക്കിക്കോളൂ. മോട്ടു, അവിടെ നിക്ക്. ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് ഞാൻ വരില്ല. പത്തുലു, എന്തായി ചെയ്യുന്നത്? നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. പത്തുലു, ഒന്നുകൂടി ആ വലയൊന്ന് എറിഞ്ഞു കൊടുക്ക്. നല്ല രസമുണ്ടായിരുന്നു പത്തുലു. ഓഹോ, ഇനി അവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നാ പിടിച്ചോ. പത്തുലു, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. ഹൈ, ഹൈ, നല്ല രസമുണ്ട്. അവസാനം നീ എന്റെ വലയിൽ വന്ന് കുടുങ്ങിയല്ലോ. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, എംപോസിബിൾ. എന്നെ വിടൂ, എന്നെ വിടൂ. ഇതെന്തായാലും വർക്കൗട്ട് ആവും. നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോ. എനിക്ക് കുറച്ച് പണിയുണ്ട്. നോക്കൂ ചങ്കുകളെ, ഇടയ്ക്കിടയ്ക്ക് ഇവൻ ഇങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇവന്റെ റിപ്പീറ്റ് അസുഖം ഒരിക്കലും മാറുകയില്ല. വേണ്ട. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഒന്ന് നിർത്ത്. അസുഖം നിനക്കാണ്, അല്ലാതെ എനിക്കല്ല. ഓഹോ, എന്റെ അടിപ്പോറെ അമ്മച്ചിയെ, എന്നെ ഒന്ന് രക്ഷിക്കണേ. വേണ്ട. ഇതിനുള്ളിൽ എന്തായി നടക്കുന്നേ? മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? അദ്ദേഹത്തെ വിട്ടേക്ക്. മോട്ടു, നിനക്കാണ് രോഗം, അയാൾക്കല്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ ഇഞ്ചക്ഷൻ കുത്താൻ നല്ല രസമുണ്ട് പത്തുലു. ദേ, നിങ്ങൾക്കും ഞാൻ കുത്തിത്തരാം ഇഞ്ചക്ഷൻ. വരൂ. മോട്ടു, പിടിച്ചോ. ഓടിച്ചെടുത്തല്ലോ. പിടിക്കേ. എന്റെ അമ്മ.
ശരിയായി എന്നാ തോന്നുന്നത് കേട്ടോ. ആരും അരങ്ങി പോകരുത്. നിങ്ങൾ ഇവിടെ തരങ്ങിയാൽ ഇവിടെ ബോംബ് പൊട്ടിത്തെറിക്കും. പുറകോട്ട് വരങ്ങാൻ പാടില്ല, മുമ്പോട്ട് വരങ്ങാൻ പാടില്ല. എങ്ങനെ നിങ്ങൾ അനങ്ങിയാൽ നേരെ മുകളിലുള്ളവന്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. ഓ ജോൺ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇനി ഞങ്ങൾ എങ്ങാനും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചേക്കാം. പൊളിച്ചെടുത്തല്ലോ. ജോൺ അങ്ങനെയൊന്നും ചെയ്യല്ലേ പ്ലീസ്. ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നിങ്ങളല്ല തെറ്റ് ചെയ്തത്, നിങ്ങളുടെ സുഹൃത്തുക്കളായ മോട്ടുവും പത്ലുവുമാണ്. അവരെന്നെ എപ്പോഴും ജയിലിലേക്കല്ലേ വിടാറുള്ളത്. എനിക്ക് മോട്ടുവിനോട് പ്രതികാരം ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അവന്റെ സുഹൃത്തുക്കളായ നിങ്ങളോട് ഞാനത് ചെയ്തിരിക്കുക. ഞാൻ 3 വരെ എണ്ണും, അതിനുശേഷം ബോംബ് പൊട്ടിത്തെറിക്കും. ജോൺ പ്ലീസ് ഞങ്ങളൊന്ന് വിട്ടേക്ക്. 2, 3. ഇത് പ്രശ്നമായിട്ടില്ല, നമ്മൾ രക്ഷപ്പെട്ടു കസീട്ട്. ബല്ലേ 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 ബല്ലേ. മെല്ലെ, മെല്ലെ. ഇന്ന് ഏപ്രിൽ 1-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ആരെ വേണമെങ്കിലും ബണ്ടന്മാരാക്കാവുന്നതാണ്. ഞാനിപ്പോ നിങ്ങളെ ആക്കിയതുപോലെ മോട്ടുവിനെയും പത്രുവിനെയും വെച്ച് നമ്മളെ ജോൺ മണ്ടന്മാരാക്കിയതുപോലെ അവരെ കണ്ടുപിടിച്ച് നമുക്ക് അവരെ രണ്ടുപേരെയും മണ്ടന്മാരാക്കാൻ കസീട്ട്. അതേ മോട്ടു പത്ലുവിനെ ഏപ്രിൽ ഫുൾ ആക്കാൻ പോവുകയാണെങ്കിലേ ആദ്യം ഈ ചൂട് സമോസ കഴിച്ചിട്ടാകാം. ഇതെന്ത് സമോസ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന? ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. ഇത് കാലിയാണ്. അതെന്താണെന്നറിയോ, നിങ്ങളെ ഏപ്രിൽ ഫുൾ ആക്കാൻ വേണ്ടി ചെയ്തതാ. ശരിയായ സമോസയാണെന്ന് കരുതിയല്ലേ? മോട്ടുവിനെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല, അവന് കാര്യം മനസ്സിലാകും. അതുകൊണ്ടാണ് നിങ്ങളെ ഏപ്രിൽ ഫുൾ ആക്കിയത്. ഡോക്ടർ ചട്ക വരൂ, നമുക്ക് രണ്ടാൾക്കും പോയി മോട്ടു പത്ലുവിനെ ഏപ്രിൽ ഫുൾ ആക്കാന്നേ. ഇന്ന് അവര് കാരണമാണ് നമ്മൾ ഇത്രയും വലിയ മണ്ടന്മാരായത്. ഓ കസീട്ട്, നീ പറഞ്ഞത് സത്യം തന്നെയാ. മോട്ടുവിനെ പത്രുവിനെ പറ്റിച്ചോണ്ടിരിക്കുന്നതിന് പകരം എല്ലാവരും നമ്മളെയല്ലേ പറ്റിക്കുന്നത്. വരൂ, നമുക്ക് മോട്ടുവിനെയും പത്ലുവിനെയും കണ്ടുപിടിക്കാം. ആ. അതവര് വരുന്നുണ്ട്. ആ ഓയ് മോട്ടു പത്ലു ഓടിക്കോ, പുറകിന്നൊരു വലിയ പാറ ഉരുണ്ട് വരുന്നുണ്ട്. പൊളിച്ചെടുത്തല്ല, മോട്ടു പത്ലു ഓടിക്കോ. ജഡ്ക, ആ പാറ നിങ്ങളുടെ പുറകിലേക്കാ ഉരുണ്ട് വിടാൻ പോകുന്നത്. ഓടിക്കോ. ഓടിക്കു വലിയേട്ടാ, ഘസീട്ടാരാം ഓടിക്കോ. വലിയൊരു പാറയാണ് വരുന്നത്. നിങ്ങളുടെ വാക്ക് കേട്ട് ഞങ്ങള് മണ്ടന്മാരൊന്നും ആകാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങളുടെ പുറകെ കല്ലൂരുണ്ട് വരുന്നില്ലാന്ന്. ഓടിക്കോ. ഇപ്പൊ ഓടില്ലെങ്കിൽ പിന്നെ ഓടാൻ പറ്റിയെന്ന് വരില്ല. ശരിയാണല്ലോ, കല്ലുരുണ്ട് വരുന്നുണ്ടല്ലോ. രക്ഷിക്കണേ. എന്തെങ്കിലും വേഗം ഒന്ന് ചെയ്യണേ. നമ്മളെങ്ങനെ ഇനി രക്ഷപ്പെടുക? രക്ഷിക്കണേ. ഓടിക്കോ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തവണ ഇവരെ നമുക്ക് ശരിക്കും ഏപ്രിൽ ഫൂൾ ആക്കണം.
ചിങ്കം സാറ് ഇവരെ പിടിച്ച് ജയിലിനകത്ത് ഇടണം എന്നാ കേട്ടോ. ഓയ് മോട്ടു ചങ്ക്, വേഗം ചിങ്ക സാറിനെ വിളിച്ചോണ്ട് ഫുർഫുരി നഗരത്തിലെ ബാങ്കിലേക്ക് ചെല്ല്. അവിടെ മോഷണം പത്ലു, വേഗം നടക്കുന്നു. വരൂ. ആ, വാ. വേഗം. ഇപ്പൊ ചിങ്കം സാറ് മോട്ടു പത്ലിനോടൊപ്പം ബാങ്കിലേക്ക് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോ മോഷണം നടക്കുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാ ചിങ്കം സാറിന് ദേഷ്യം വന്ന് മോട്ടു പത്ലിനെ പിടിച്ച് ജയിലിനകത്തിട്ടിരിക്കും. നമ്മുടെ പ്ലാൻ ശരിക്കും അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. വരുന്നുണ്ട് മോട്ടു പത്ലു ചിങ്കം സാറ് വന്നോണ്ടിരിക്കണ്ടേ. ചിങ്കം സാറ് ബാങ്കിനകത്ത് മോഷണമൊന്നും നടക്കുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഉണ്ടല്ലോ, പിന്നെ അവന്മാരെ ശരിക്കൊരു വഴിയാക്കും. ഇത്തവണ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ട് ചങ്ക്. ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ചിങ്കം സാറേ, അവൻ രക്ഷപ്പെടുവോ? വേഗം പിടിക്കവനെ. പത്ലു. കസിട്ട്, ശരിക്കും ഇനി ഇവിടെ മോഷണം നടന്നിട്ടുണ്ടായിരുന്നോ? അവന്മാരെങ്ങോട്ടാ പോയത്? ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. വേണ്ട, ഓടിക്കോ. മമ്മി, രക്ഷിക്കണേ. മമ്മി, ഇതെന്താ? പൊളിച്ചെടുത്തല്ലോ. മോട്ടു പത്ലൂനെ ഏപ്രിൽ ഫുൾ ആക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യാണ്. പക്ഷെ ഇന്ന് തന്നെ നമ്മൾ അവരെ ഏപ്രിൽ ഫുൾ ആക്കിയിരിക്കും കസിട്ട്. എന്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട്. പൊളിച്ചെടുത്തല്ലോ ഡോക്ടർ ജഡ്ക. എന്റെ അഭിപ്രായത്തിൽ മോട്ടു പത്ലൂനെ ഏപ്രിൽ ഫുൾ ആക്കുന്ന ഐഡിയ വേണ്ടാന്ന് വെക്കുന്നതാ നല്ലത്. എന്റെ രോഗികളാണ് സത്യം. ഒരു തവണ നമ്മൾ ആ മോട്ടുവിനെയും പത്ലുവിനെയും ഏപ്രിൽ ഫൂൾ ആക്കിയില്ലെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല ചങ്കേ. ഇതാ കണ്ടില്ലേ, ഇത് എന്റെ ഒരു ഗാഡ്ജറ്റ് ആണ്. ഇത് അവരെ ഉറപ്പായിട്ട് മണ്ടന്മാരാക്കും ചങ്കേ. ഓയ് മോട്ടു പത്ലു, വേഗം രക്ഷപ്പെട്ടോ, ഭൂകമ്പം വരുന്നുണ്ട്. എർത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ. ഓടിക്കോ. എങ്കിലിപ്പോ നമ്മൾ ഓടിയിട്ട് എന്താ കാര്യം? ഭൂകമ്പം എല്ലായിടത്തും വരില്ലേ? നിങ്ങൾ വേഗം ഈ ഫ്ലൈയിങ് ഹെൽമെറ്റ് വെച്ച് രക്ഷപ്പെടാൻ നോക്ക്. എപ്പോഴാണ് ഇവിടെ എല്ലാം ശരിയാകുന്നത് അപ്പോ നിങ്ങൾ തിരിച്ചിറങ്ങിയാ മതി. ഞാനും കസീട്ടയും കൂടെ ലാബിലേക്ക് ഒന്ന് പോവുക. പക്ഷെ ഭൂമി കുലുക്കത്തിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ലല്ലോ. ഭൂമി നിശ്ചലമായി നിൽക്കുവല്ലേ? എന്റെ ഈ ഗാഡ്ജറ്റ് കണ്ടോ? ഇതില് ഭൂമി കുലുക്കത്തിന്റെ റേഷ്യോ കാണിക്കും. കണ്ടില്ലേ അടുത്തുകൊണ്ടിരിക്കുന്നത്? ഇനി ആലോചിച്ച് നിൽക്കാൻ ഒന്നുമില്ല ചങ്കേ, രക്ഷപ്പെടാൻ നോക്ക് വേഗം. പുറകിന്ന് കുറെ പോത്തുകൾ ഓടി വരുന്നുണ്ട്. ഓടിക്കോ. ആലോചിച്ച് നിൽക്കാതെ ഓടിക്കോ. ഞങ്ങള് നിങ്ങളെ ഏപ്രിൽ ഫുൾ ആക്കാൻ നോക്കുമ്പോ നിങ്ങള് ഞങ്ങളെ ഏപ്രിൽ ഫുൾ ആക്കാൻ നോക്കാണോ? ഞങ്ങള് ഓടില്ല. ഞങ്ങൾ എങ്ങനെ ഏപ്രിൽ ഫൂൾ ആക്കാൻ പറ്റില്ല മക്കളെ. ഓടിക്കോ, ഇല്ലെങ്കിൽ പാണ്ടി ലോറി കയറി തവള പോലെയാവും. പുറകിലോട്ട് നോക്ക്. പൊളിച്ചെടുത്തല്ലോ. ഇതെന്താ ഭൂമി കുലുങ്ങുന്നുണ്ടല്ലോ. ഓടിക്കോ മമ്മി, രക്ഷിക്കണേ. ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ. സോറി, ഇത് ഞങ്ങൾ ആരെയും ഏപ്രിൽ ഫൂൾ ആക്കുകയില്ല. രക്ഷിക്കണേ. നമുക്കിട്ട് നല്ല പണിയാ കസീട്ടെ. പൊളിച്ചെടുത്തല്ലോ. നിങ്ങളെ കാണുന്ന ഇപ്പൊ ഭൂതം പോലെ ഉണ്ട്.
ഓടിക്കൂ, ശരിക്കുള്ള ബോധം ഈ പോത്തുകളാണ്. ഓഹോ, എന്റെ അത്തിപ്പാറ അമ്മച്ചിയേ. ഓടിച്ചെടുത്തല്ലോ. ഈ പോത്താണ്. താഴേക്ക് പോ. പുല്ല് തിന്നാ മതി. ഞങ്ങളെ വിട്ടേക്ക്. നിങ്ങളെ പോയില്ലെങ്കി പിന്നെ ഞങ്ങളിപ്പോ പോവും. ഓടിക്കോ. വേഗം. പോവല്ലേ പറഞ്ഞേ. മമ്മി, രക്ഷിക്കണേ. എന്റെ വലിയേട്ട, ഇതൊക്കെ എന്തായി സംഭവിക്കുന്നത്? ആ അതെ, നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയാ ചെയ്യുന്നേ? ഓയ് ബോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞങ്ങള് നിങ്ങളെ ഏപ്രിൽ ഫൂൾ ആക്കാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ മുകളിലുള്ളവൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു ബ്രോ. അവസാനം ഞങ്ങളാ ഫൂൾ ആയത്. പൊളിച്ചെടുത്തല്ലോ. ഞങ്ങള് മാപ്പ് ചോദിക്കുന്നു. ഇനി നിങ്ങളെ മാത്രല്ല, ആരെയും ഞങ്ങളെ ഏപ്രിൽ ഫൂൾ ആക്കില്ല. വേണ്ട. ഓടിക്കോ. അത്തിപ്പാറ അമ്മച്ചിയേ, എന്തൊരു പണിയാകട്ടെ. പോത്തേട്ടാ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. ഞങ്ങളെ വിട്ടേക്ക്. ക്ഷമിക്കണം. വിടാൻ.